നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫ്രിക്ഷൻ ആണ്. ലോസ് ഓഫ് മോഷൻ്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്കാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നീറ്റിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്കാണ്. അതിൽ കുറേ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സെക്ഷൻസ് ഉണ്ട്. ഞാനത് പാർട്ട് ബൈ പാർട്ടായിട്ട് എടുക്കാം. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്രിക്ഷൻ ഈസ് എ ഫോഴ്സ്, ഓക്കെ, വിച്ച് റെസിസ്റ്റ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സർഫസസ് ഇൻ കോണ്ടാക്ട്. ഓക്കെ, ഒരു സർഫസ് ഇവിടെ ഉണ്ട്, അതൊരു റഫ് സർഫസ് ആണ്. ഇതിലൊരു ബ്ലോക്ക് ഓഫ് മാസ് വെച്ചു. ഓക്കെ, നിങ്ങളിതിനെ മൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ഓക്കെ, അതിനുവേണ്ടി ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആ റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രിക്ഷൻ. അത് ഈ സർഫസിന് ടാൻജൻഷ്യലായിട്ട് നിങ്ങൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് വരും. നിങ്ങളിവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നിങ്ങൾ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനാണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇഫ് യു ആർ ഇൻറ്റൻറ്റഡ് ടു മൂവ് ദിസ് ബ്ലോക്ക് ഇൻ ദിസ് ഡയറക്ഷൻ, ദെൻ ഫ്രിക്ഷൻ വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫ്രിക്ഷൻ ഈ സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ് വരിക. സോ ഇറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷനെ മെയിനായിട്ട് നമുക്ക് 4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് static friction. Okay, second one is kinetic or dynamic friction. Third one is rolling friction. Fourth one is fluid friction. So നമുക്ക് സിലബസിൽ മെയിനായിട്ട് ഇത് രണ്ടുമാണ് വരുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. സോ ഇത് ഫോക്കസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാഫ് ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് അപ്ലൈഡ് ഫോഴ്സ്. ഈ ഒരു ഗ്രാഫ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഡയറക്റ്റ് ഗ്രാഫ് ചോദിക്കില്ല. ഇതിൽ നിന്ന് കുറച്ച് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കേണ്ട. ആ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസെൻട്രേറ്റ് ചെയ്തോ. ഇതിൽ 2 റീജിയൻ ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് റീജിയൻ. സ്റ്റാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ബോഡി മൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് സ്റ്റാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ അതിനെയാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാറ്റിക് റീജിയനും കൈനറ്റിക് റീജിയനും ഉണ്ട്. ഈ സ്റ്റാറ്റിക് റീജിയനിൽ എഫ് എസും എഫ് അപ്ലൈഡും ഈക്വൽ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് എസ് ഈക്വൽ ടു എഫ് അപ്ലൈഡ്. ഈ ബ്ലോക്ക് ഓഫ് മാസ് ഈ സർഫസിൽ റഫ് സർഫസിലാണ്. ഓക്കെ, 2 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. അങ്ങനെയാകുമ്പം ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ ഫോഴ്സ് ഇതിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അതും 2 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ബോഡി മൂവ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എത്രയാണോ നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് അത് തന്നെയായിരിക്കും അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. Okay, up to the maximum value or the limiting value of static friction. Static friction limiting value വരെ എഫ് എസ് എഫ് അപ്ലൈഡിന് ഈക്വൽ ആയിരിക്കും. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫോഴ്സ് അപ്ലൈഡിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഞാനൊരു എക്സാമ്പിളായിട്ട് 20 ന്യൂട്ടൺ ആണെന്ന് എടുത്തു. ഓക്കെ, എഫ് എസ് മാക്സ് 20 ന്യൂട്ടൺ ആണെങ്കിൽ, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ 20 ന്യൂട്ടൺ ആണെങ്കിൽ, 20 ന്യൂട്ടണിൽ കുറവുള്ള ഏത് ഫോഴ്സ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടും. ആ ഫോഴ്സ് ഇതിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒരു 12 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് 12 ന്യൂട്ടൺ ആയിരിക്കും. അതായത് ഇതൊരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സാണ്. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ഓക്കെ, സെൽഫ് അഡ്ജസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? അത് ഫോഴ്സ് കൂടുമ്പോൾ, അപ്ലൈഡ് ഫോഴ്സ് കൂടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അത് ഏത് പോയിന്റ് വരെ ഇൻക്രീസ് ചെയ്യുള്ളൂ? ആ ലിമിറ്റിംഗ് വാല്യൂ വരെ ഇൻക്രീസ് ചെയ്യും. അതായത് നിങ്ങളൊരു 18 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു, ഇവിടെ 18 ന്യൂട്ടൺ ആയിരിക്കും. നിങ്ങൾ 20 ന്യൂട്ടണിൽ കൂടുതൽ അപ്ലൈ ചെയ്താൽ, ഓക്കെ, 25 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. 25 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 25 ന്യൂട്ടൺ വരില്ല. കാരണം ഇതിൻ്റെ മാക്സിമം വാല്യൂ 20 ന്യൂട്ടൺ ആണ്. ഈ 20 ന്യൂട്ടണിൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൈനറ്റിക് ഫ്രിക്ഷനായി മാറും. അത് മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. 20 ന്യൂട്ടണിൽ കൂടുതൽ ഫോഴ്സ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്താൽ ബോഡി മൂവ് ചെയ്യും. ഓക്കെ, സോ 20 ന്യൂട്ടൺ ആണ് ലിമിറ്റിംഗ് കേസ്. 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട് ടു മൂവ്. ഓക്കെ, സോ ഇവിടെ 25 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. 25 ന്യൂട്ടൺ അപ്ലൈ ചെയ്താൽ 20 ന്യൂട്ടൺ ആണ് എഫ് എസ് മാക്സ്. ഓക്കെ, ആ 20 ന്യൂട്ടൺ ആണ് എഫ് എസ് മാക്സ് എങ്കിലും ഇവിടെ 20 ന്യൂട്ടൺ അല്ല വരിക. കൈനറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് മാക്സിനേക്കാളും കുറവായിരിക്കും. അത് അറൗണ്ട് നമുക്കൊരു അതിൻ്റെ തൊട്ടടുത്തായിരിക്കും. ചില കേസിൽ അത് ഈക്വൽ ആവും. നമുക്കിവിടെ ഒരു 18 ന്യൂട്ടൺ എടുക്കാം. അപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്, മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 18 ന്യൂട്ടൺ ആയിരിക്കും. ശ്രദ്ധിക്കുക, എഫ് എസ് മാക്സ് വരെ എഫ് അപ്ലൈഡും എഫ് എസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, എഫ് എസ് മാക്സ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വാല്യൂ കൈനറ്റിക് ഫ്രിക്ഷൻ ഈക്വൽ ആയിരിക്കും. ഇത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. പക്ഷേ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ 26 ന്യൂട്ടൺ അപ്ലൈ ചെയ്താലും ഇത് 18 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, 30 ന്യൂട്ടൺ അപ്ലൈ ചെയ്താലും ഇത് 18 ന്യൂട്ടൺ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എഫ് എസ്, ദാറ്റ് ഈസ് എഫ് എസ് മാക്സ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ,
which is proportional to normal reaction between the surfaces. Okay, സർഫസസ് ഏതാണോ അത് കോണ്ടാക്റ്റിലിരിക്കുന്ന സർഫസസ് അതിൻ്റെ ഇടയിലുള്ള നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എഫ് എസ് മാക്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഏരിയയിൽ നിന്നും ഏരിയ ഓഫ് കോണ്ടാക്റ്റിൽ നിന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടുള്ള തിയറിയൊക്കെ നിങ്ങൾ NCERT നോക്കി പഠിക്കുക. ഞാൻ അതിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പോർഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഡയറക്റ്റ് തിയറി കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണേ. സോ എഫ് എസ് മാക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. ഇവിടെ സർഫസ് ഇതാണ്, റഫ് സർഫസ് ആണ്. ഇത് ഒരു ബ്ലോക്ക് ഓഫ് മാസ് എം ആണെങ്കിൽ ഇവിടെ mg എന്ന് പറയുന്ന ഒരു ഫോഴ്സ് താഴേക്ക് വരും. ഇതിൻ്റെ നോർമൽ റിയാക്ഷൻ ആർ ഇങ്ങനെയായിരിക്കും വരിക, ആർ ഈക്വൽ ടു mg ആയിരിക്കും. എല്ലാ കേസിലും ആർ mg ഈക്വൽ ആവണമെന്നില്ല. ഇതൊരു ഹൊറിസോണ്ടൽ സർഫസ് ആയതുകൊണ്ടാണ് ആർ ഈക്വൽ ടു mg എടുത്തത്. ഓക്കെ, സോ എഫ് എസ് മാക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. എഫ് എസ് മാക്സ് ഈക്വൽ ടു mu s into r. Fs max equal to mu s into r, where mu s is a constant which is called coefficient of friction. Okay, so mu s ആയതുകൊണ്ട് ഇതിനെ coefficient of static friction എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി, അതായത് എഫ് എസ് മാക്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യും. ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കൈനറ്റിക് ഫ്രിക്ഷനായി മാറും. സോ കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് mu k into r. ഓക്കെ, സോ എഫ് എസ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എഫ് അപ്ലൈഡ് ആയിരിക്കും ഏത് വരെ? അപ് ടു എഫ് എസ് മാക്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എഫ് എസ് മാക്സ് കഴിഞ്ഞാൽ പിന്നെ അത് എഫ് എസ് മാക്സിൻ്റെ വാല്യൂ mu s into r ആണ്. എഫ് എക്സ് മാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എഫ് കെ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു mu k into r. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഒന്ന് വരുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ. മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. നമുക്കിതിനെ ബേസ് ചെയ്തൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാം, കുറച്ചുകൂടി ഇതിനെപ്പറ്റി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഒരു സർഫസ് ഉണ്ട്, റഫ് സർഫസ് ആണ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.3ഉം കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ 0.2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫ് എസ് മാക്സിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ അഥവാ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ഈക്വൽ ടു mu s into r ആണ്. അതിന് ആദ്യം ആർ കാൽക്കുലേറ്റ് ചെയ്യും. ആർ എന്ന് പറയുന്നത് mg ആയിരിക്കും. ഇവിടെ mg എന്ന് പറയുന്നത് 10 into 10 വരും, 100 എടുക്കാം. ഓക്കെ, g എന്ന് പറയുന്നത് ഞാൻ 10 ആയിട്ട് എടുത്തു. സോ 100 ന്യൂട്ടൺ ആണ് നോർമൽ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, സോ എഫ് എസ് മാക്സ് ഈക്വൽ ടു mu s എത്രയാണ്? 0.3 into 100 ന്യൂട്ടൺ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 30. ഓക്കെ, സോ എഫ് എസ് മാക്സ് 30 ന്യൂട്ടൺ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതിൽ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ, ഇതിൽ ഒരു ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്തു. ഫോഴ്സ് ഒരു 12 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കും. 12 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി മൂവ് ചെയ്യുമോ? ബോഡി മൂവ് ചെയ്യൂല. കാരണം എന്താ? ഇവിടെ എഫ് എസ് മാക്സ് എത്രയാണ്? 30 ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 30 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. 12 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യൂല. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് 30 ന്യൂട്ടൺ എഴുതരുത്. ഓക്കെ, എഫ് എസ് മാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ എഫ് എസ് മാക്സിൽ എത്തിയിട്ടില്ല. അപ്ലൈഡ് ഫോഴ്സ് എത്രയായിട്ടേ ഉള്ളൂ? 12 ന്യൂട്ടണേ ആയിട്ടുള്ളൂ. ഇത് 30 ന്യൂട്ടൺ ആണ്. ഈ 12 ന്യൂട്ടൺ ആണ് അപ്ലൈഡ് ഫോഴ്സ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? 12 ന്യൂട്ടൺ ആയിരിക്കും. അതായത് എഫ് എസ് മാക്സ് എത്തുന്നവരെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഈസ് 12 ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തു, ഒരു 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. ഓക്കെ, എന്താ നടക്കുക? 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്താൽ ബോഡി മൂവ് ചെയ്യുന്നുണ്ടാവുമോ? ഈ ബ്ലോക്ക് ഓഫ് മാസ് മൂവ് ചെയ്യുമോ? ഇല്ല, കാരണം ഇത് 30 ന്യൂട്ടണേക്കാളും കുറവാണ്. അങ്ങനെയാകുമ്പം ഇവിടെ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? ഓപ്പോസിറ്റിംഗ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഈ ഗ്രാഫ് നോക്കിയാൽ മതി, ഇവിടെ ഈക്വലാണ് വരുന്നത്. ഓക്കെ, സോ 20 ന്യൂട്ടൺ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, ആക്സലറേഷൻ 0 ആയിരിക്കും. അതായത് ബോഡി മൂവ് ചെയ്യുന്നില്ല. സോ ഫ്രിക്ഷൻ്റെ നാച്ചുറൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. ഫ്രിക്ഷൻ്റെ നാച്ചുറൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. ആക്സലറേഷൻ 0 ആയിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് 20 ന്യൂട്ടൺ ആയിരിക്കും. നിങ്ങൾ ഇനി 30 ന്യൂട്ടണേക്കാളും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അതായത് 36 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. 36 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഫ് എസ് മാക്സ് 30 ന്യൂട്ടൺ അല്ലേ? 30 ന്യൂട്ടണേക്കാളും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെയാകുമ്പോൾ ഈ ബോഡി എന്തായാലും മൂവ് ചെയ്യും. ഷുവറാണല്ലോ? ഓക്കെ, എഫ് എസ് മാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി സ്റ്റാറ്റിക്കിൽ നിന്നും ഏതിലേക്ക് മാറും? കൈനറ്റിക്കിലേക്ക് മാറും. അതായത് ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് എത്രയാണ് വരിക?
ഇവിടെ മ്യൂ കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മ്യൂ കെ എത്രയാണ്? 0.2 ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്നും എഫ് കെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇനി അങ്ങോട്ട് മൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റിക് അല്ല, പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ എഫ് കെ ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ആർ. മ്യൂ കെ ഈസ് 0.2 ഇൻറ്റു ആർ ഈസ് 100 ന്യൂട്ടൺ. സോ 20 ന്യൂട്ടൺ. എഫ് കെ 20 ന്യൂട്ടൺ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ് ആയിരിക്കും ഇനി അങ്ങോട്ട് ഇവിടെ ഫീൽ ചെയ്യുക. ക്ലിയർ ആണല്ലോ? 30 ന്യൂട്ടൺ എഴുതരുത്. മൂവ്മെൻറ്റ് തുടങ്ങിയാൽ, മോഷൻ തുടങ്ങിയോന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? എഫ് എസ് മാക്സിനേക്കാളും കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വരുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ മ്യൂ കെ ഇൻറ്റു ആർ ആയിരിക്കും. ഇൻ കേസ് മ്യൂ കെ തന്നിട്ടില്ലെങ്കിൽ മ്യൂ എസും മ്യൂ കെയും നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തരാറുണ്ട് ക്വസ്റ്റനിൽ, അത് നോക്കിയാൽ മതി. സോ 0.2 ഇൻറ്റു 100 ഈക്വൽ ടു 20 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സിൻ്റെ നെറ്റ് ഫോഴ്സ് എത്രയാണ് വരിക? 36 ന്യൂട്ടൺ റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്, 20 ന്യൂട്ടൺ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നെറ്റ് ഫോഴ്സ് വരുന്നത് 16 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ acceleration is force by mass, net force by mass. So 16 divided by mass is 10. So 1.6 meter per second square ആയിരിക്കും. അപ്പോൾ ആക്സലറേഷനും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ഓർത്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് 40 ന്യൂട്ടൺ ആണെങ്കിൽ, 40 ന്യൂട്ടൺ എന്ന് പറയുന്നത് 30 ന്യൂട്ടണിനേക്കാളും കൂടുതലാണ്. അങ്ങനെയാകുമ്പം ഇവിടെ എഫ് കെ ആണോ വരിക, എഫ് എസ് മാക്സ് ആണോ വരിക? എഫ് കെ വരും. ഓക്കെ, 40 ന്യൂട്ടൺ ആകുമ്പോൾ പിന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിവൈഡ് ബൈ മാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സലറേഷൻ കിട്ടും.